വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടോ? എന്നാൽ ഈ 7 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വാട്സപ്പിൽ നമ്മൾ അറിയേണ്ടുന്ന 7 ട്രിക്കുകളെ കുറിച്ചാണ്. അപ്പോൾ ആ 7 ട്രിക്കുകൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ ഒരുപാട് തവണ അറിഞ്ഞ കാര്യമായിരിക്കാം, ചിലപ്പോൾ അറിയേണ്ടുന്ന കാര്യമായിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. കുറച്ച് ദൈർഘ്യമേറിയ വീഡിയോ ആണ്, പക്ഷേ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഒന്നാമതായി നമ്മൾ പഠിക്കുന്നത്, സാധാരണ നമ്മുടെ വാട്സപ്പുകളിൽ ഓരോ മെസ്സേജ് വരാറുണ്ട്. ഇത്തരത്തിലുള്ള മെസ്സേജ് അഥവാ ഒരു ഫോട്ടോയും അതിനോടൊപ്പം കുറച്ച് ടെക്സ്റ്റും കൂടി ചേർന്ന ഒരു മെസ്സേജ് ഇതുപോലെ വരാറുണ്ട്. ഈ മെസ്സേജിനെ നമ്മൾ സാധാരണയായി ഒന്ന് ഫോർവേഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് കാണാം, ഒരിക്കലും തന്നെ അത് പൂർണ്ണമായിട്ട് ആ മെസ്സേജായി പോകാറില്ല, മറിച്ച് ഒരു ഫോട്ടോ മാത്രമേ സെൻഡ് ആകാറുള്ളൂ. എന്നാൽ ഈ ടെക്സ്റ്റോട് കൂടി ആ ഫോട്ടോയും ചേർത്ത് എങ്ങനെയാണ് നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് പഠിക്കാം. അതിനായി നമ്മളിങ്ങനെ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം ആ ഷെയർ എന്നുള്ള ഓപ്ഷൻ മുകളിലുണ്ടാവും. ആ ഷെയർ ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് സെലക്ട് ചെയ്ത് വാട്സപ്പ് വീണ്ടും സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കോൺടാക്ട്സിലേക്ക് ഇതുപോലെ അയയ്ക്കുക. അപ്പോൾ അയക്കുമ്പോൾ ഇതുപോലെ പൂർണ്ണമായും ടെക്സ്റ്റും ആ ഫോട്ടോയും ഉൾപ്പെടെയുള്ള സാധനം വരും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് മൊത്തത്തിൽ മാത്രം നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ സാധിക്കും. ഇതുപോലെ ടച്ച് ചെയ്യുക, സെലക്ട് ഓൾ കൊടുത്താൽ ഇതുപോലെ വരും. പിന്നെ നമുക്ക് കോപ്പിയോ കട്ടോ ചെയ്ത് അത് മാത്രം വേണമെന്നെങ്കിലും സെപ്പറേറ്റായി നമുക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആണ് നമ്മൾ മൊത്തത്തിൽ ആ മെസ്സേജ് അയക്കുന്നത്. നമ്മളിപ്പോൾ അയച്ചാൽ അത് പൂർണ്ണമായിട്ടും ഫോട്ടോയോടുകൂടി വിത്ത് ടെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ അയക്കുവാൻ സാധിക്കും. ഒരുപാട് ആളുകൾക്ക് പറ്റാത്ത അല്ലെങ്കിൽ അറിയാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ വരുന്ന ഫോട്ടോയും വിത്ത് ടെക്സ്റ്റും വരുന്ന മെസ്സേജുകൾ എങ്ങനെ അയക്കാമെന്നുള്ളത്. അപ്പോൾ ഇത് ഈ രീതിയിലാണ് നമ്മൾ അയക്കേണ്ടത്. രണ്ടാമത്തേത്, നമ്മൾ എല്ലാവരും ഫോണിൽ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മളുടെ ഫോണിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ. സ്റ്റാറ്റസിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ ഒരു പിക്ചറോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കോണ്ടാക്ട്സിലുള്ള മുഴുവൻ ആളുകളും നമ്മളുടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റാറ്റസ് എല്ലാം അവർ കാണുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സെറ്റിങ്സിലൊന്ന് മാറ്റം വരുത്താം. അതായത് ഈ സ്റ്റാറ്റസിന് സമീപമുള്ള അതിന് മുകളിലായി കാണുന്ന, ഇതിപ്പോൾ നമ്മൾ സാറിന് എടുത്താൽ അതിൻ്റെ എത്ര ആളുകൾ കണ്ടു എന്നുള്ള അറിയാൻ പറ്റും നമുക്ക്. എന്നാൽ അതിൻ്റെ മുകളിലായുള്ള 3 ഡോട്ട്, ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സ്റ്റാറ്റസ് പ്രൈവസി എന്ന് വരും. ആ സ്റ്റാറ്റസ് പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നമുക്ക് കാണാം മൈ കോണ്ടാക്ട്സ് എക്സ്പെക്റ്റ്, അതുപോലെ തന്നെ ഓൺലി ഷെയർ വിത്ത് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. ഈ മൈ കോണ്ടാക്ട്സിൽ ഇട്ടാൽ നമ്മളുടെ കോണ്ടാക്ട്സിലുള്ള മുഴുവൻ ആളുകളിലേക്കും ഇത് പോകും. അതിന് താഴെയുള്ള എക്സ്പെക്റ്റിലേക്ക് ഇട്ടാൽ നമുക്ക് ആർക്കാണോ ഇത് കാണണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുന്നു അവരെ ഒന്ന് ഇതുപോലെ ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്താൽ അവർ നമ്മുടെ മെസ്സേജ് കാണില്ല, ബാക്കിയുള്ളവരെല്ലാം തന്നെ നമ്മളുടെ ഈ സ്റ്റാറ്റസ് കാണും. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ള ഒരു ഓപ്ഷനാണ് ഓൺലി ഷെയർ വിത്ത് എന്നുള്ളത്. ഓൺലി ഷെയർ വിത്ത് കൊടുത്താൽ ഇന്ന ആളുകൾ മാത്രമേ നമുക്ക് കാണാവൂ എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് അതുവഴി കിട്ടുക. ഇപ്പോൾ നമ്മൾ ആളുകളെ സെലക്ട് ചെയ്താൽ അവർ മാത്രമേ നമ്മുടെ ഈ സ്റ്റാറ്റസ് കാണുകയുള്ളൂ, എല്ലാവരും തന്നെ കാണുകയില്ല. നമ്മൾ ഒരാളെ സെലക്ട് ചെയ്താൽ ആ ആളിന് മാത്രമേ ഓൺലി ഷെയർ വിത്ത് നമുക്ക് ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കത് പിന്നെ ഓക്കെ ആക്കിയാൽ അങ്ങനെയുള്ളൊരു ഫീച്ചർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കാണുന്നതിൽ നിന്നും അതുപോലെ തന്നെ ഒരാൾ മാത്രം കാണുന്നതിലേക്കുമൊക്കെ ഇതിനെ ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും കാണണമെന്നുള്ളതാണെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് പ്രൈവസിയിൽ മൈ കോണ്ടാക്ട്സ് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ നമ്മളുടെ കോണ്ടാക്ട്സിലുള്ള മുഴുവൻ ആളുകളും നമ്മളുടെ സ്റ്റാറ്റസ് കാണും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്റ്റാറ്റസ് പ്രൈവസി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മൂന്നാമത്തേത്, നമ്മുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ, ഒരു ടെക്സ്റ്റോ ഒരു ഫോട്ടോയോ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആ മെസ്സേജ് എടുത്ത് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ 5 പേരുടെ ലിമിറ്റ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. 5 പേർക്ക് മാത്രമേ ഒരു മെസ്സേജ് ഇതുപോലെ നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ 5 പേർക്ക് മാത്രമേ നമുക്ക് ഒരു തവണ
ഫോർവേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വീണ്ടും ചെയ്യണമെങ്കിൽ വീണ്ടും 5 തവണ നമ്മൾ വീണ്ടും ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കേണ്ടതാണ്. ഒരു ലിമിറ്റ് ഇപ്പോൾ ഉണ്ട് വാട്സപ്പിന്. മുമ്പ് അതില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 5ൽ കൂടുതൽ ആളുകളിലേക്കൊക്കെ നമുക്ക് ഈ ഒരു മെസ്സേജ് എങ്ങനെ ഫോർവേഡ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ഈ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലായി 3 ഡോട്ട് ഉണ്ടാവും. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമതായി കാണുന്ന ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ഗ്രൂപ്പ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒന്നാണ്. ഇതിൽ 256 ആളുകളെ നമുക്ക് ആഡ് ചെയ്യാം. അത് നമുക്ക് ആരൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ അവരെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും തന്നെ ഗ്രൂപ്പ് പോലെയല്ല ഇത് വരുന്നത്. മറിച്ച് നമ്മൾ അയക്കുന്ന മെസ്സേജ് അവർക്ക് നമ്മൾ പേഴ്സണൽ അയച്ച മെസ്സേജായിട്ട് മാത്രമേ പോവുകയുള്ളൂ. നമ്മൾ 256 ആളുകൾക്കും നമ്മളിതുപോലെ ഒരു ടെക്സ്റ്റ് മെസ്സേജോ എന്തെങ്കിലും ഒരു ഫോർവേഡ് മെസ്സേജോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് അവർക്ക് ഒരിക്കലും നമ്മുടെ ഒരു ഗ്രൂപ്പ് മെസ്സേജ് പോലെ അല്ല പോകുന്നത്. മറിച്ച് നമ്മൾ പേഴ്സണലായിട്ട് അയച്ച ഒരു മെസ്സേജായിട്ട് മാത്രമേ അവർക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മളൊരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ 256 ആളുകൾക്ക് മാക്സിമം അയക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ ഈ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒറ്റ തവണ ഒരു മെസ്സേജിലൂടെ നമുക്ക് 256 ആളുകളിലേക്ക് ഇതെത്തിക്കാൻ സാധിക്കും. നമുക്ക് ഇതുപോലെ ആ ഗ്രൂപ്പിന് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് സെറ്റ് ചെയ്യാം. അത് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ഓഫീസ് യൂസിനൊക്കെ വേണ്ടി നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. നമ്മളിതുപോലെ ഒരു ന്യൂ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് എടുക്കുക, അങ്ങനെ ആളുകളെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിനു ശേഷം ഇവിടെ നമ്മൾ അതിൽ ടച്ച് ചെയ്യുമ്പോൾ എഡിറ്റ് എന്നുള്ള ഒരു പെൻസിലിൻ്റെ ചിഹ്നം കിട്ടും. അവിടെ നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഫാമിലിയിലുള്ള ആളുകളെ മാത്രം ആഡ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്താൽ അത്രയും ആളുകൾക്ക് പോകും. അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൊടുത്താൽ ഫ്രണ്ട്സ് ആവും. അതുപോലെ തന്നെ ഓഫീസ് യൂസ് ഉള്ളവർക്ക് ഓഫീസിലുള്ള മെമ്പേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഒരു രൂപീകരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ മുഴുവൻ ആളുകളെയും നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു മെസ്സേജ് അയച്ചാൽ നമ്മൾ പേഴ്സണലായിട്ട് അയക്കുന്നൊരു മെസ്സേജായി അവരുടെ ഫോണിലേക്ക് അത് പോകും. അപ്പോൾ ഇത് വളരെ ഉപയോഗപ്രദമാണ്. കാരണം നമ്മൾ സാധാരണ ഗ്രൂപ്പുകളിലൊക്കെ ഇടുന്ന മെസ്സേജ് ആരും നോക്കാറില്ല. എന്നാൽ നമ്മൾ ഇത്തരത്തിലൊരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാകും. ഇനി നാലാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മളുടെ വാട്സപ്പുകളിൽ ഒരുപാട് ആളുകൾ നമ്മളെ ഒരുപാട് ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്തതായി കാണുവാൻ സാധിക്കും. നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ആളുകൾ നമ്മളെ ഒരുപാട് ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് തന്നെ ഏകദേശം ഇപ്പോൾ 100-ലധികം ഗ്രൂപ്പുകളിലാണ് ഞാൻ ആഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നിയന്ത്രിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ സെറ്റിങ്സിൽ പോകേണ്ടതുണ്ട്. നേരെ മുകളിലെടുക്കുക, ഏറ്റവും അവസാനത്തെ സെറ്റിങ്സിൽ നമ്മൾ ടച്ച് ചെയ്യുക. ആ സെറ്റിങ്സിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ആദ്യം കാണുന്ന ഒരു കീയുടെ സിമ്പൽ നമ്മൾ ടച്ച് ചെയ്യുക. ആ ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ അതിൻ്റെ ഒന്നാമതായി കാണുന്ന പ്രൈവസിയിൽ പോകുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനമായി ഗ്രൂപ്പ്സ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇത് ഹൂ ക്യാൻ ആഡ് മീ ടു ഗ്രൂപ്പ്സ്, ആർക്കാണ് നമ്മളെ ആഡ് ചെയ്യാൻ പറ്റുന്നത് ഗ്രൂപ്പുകളിലേക്ക് എന്നുള്ള ഓപ്ഷനാണ്. ഇതിൽ എവരി വൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവർക്കും എല്ലാം നമ്മളെ ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് മൈ കോൺടാക്ട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കോൺടാക്റ്റിലുള്ള ആളുകൾക്ക് മാത്രമേ നമ്മളെ ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ മൈ കോൺടാക്ട്സ് എക്സ്പെക്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ നമ്മളെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ മൈ കോൺടാക്ട്സ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ടാൽ നമുക്ക് അറിയുന്ന നമ്മളുടെ കോൺടാക്റ്റിലുള്ള ആളുകൾക്ക് മാത്രമേ നമ്മളെ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഗ്രൂപ്പ് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇത് നല്ലതുപോലെ മനസ്സിലാക്കി വയ്ക്കുക. മറ്റൊന്ന്, നമ്മളുടെ ഫോണിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ പ്രൊഫൈൽ പിക്ചറാണ് നമ്മളുടെ DP. അപ്പോൾ അത് സാധാരണ നമ്മൾ കാണാൻ കഴിയുന്നത് ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യാറുള്ളത്. നമ്മൾ മുകളിലത്തെ ഡോട്ടിൽ പോയി സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട്
നമ്മളുടെ പ്രൊഫൈൽ എടുക്കുമ്പോൾ ഇതുപോലെ ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ പ്രൊഫൈൽ ഫോട്ടോ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് നമ്മൾ ആര് നോക്കിയാലും നമ്മളുടെ പ്രൊഫൈൽ ഫോട്ടോ ഇതുപോലെ നമുക്ക് ആർക്കും നോക്കുന്നവർക്കൊക്കെ ഇത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ മാത്രം കണ്ടാൽ മതിയെന്നും അതുപോലെ തന്നെ എല്ലാവരും കാണേണ്ടതില്ല എന്നുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. നമ്മളിത് പ്രൈവസി എടുക്കുമ്പോൾ പ്രൊഫൈൽ പിക്ചർ എന്നുള്ള ഹൂ ക്യാൻ സീ പേഴ്സണൽ ഇൻഫോ എന്നുള്ളത് കാണാൻ സാധിക്കും. ഇവിടെ പ്രൊഫൈൽ പിക്ചറിൽ നമ്മൾ എവറി വൺ എന്നുള്ളത് കൊടുത്താൽ എല്ലാവർക്കും കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മൈ കോൺടാക്ട്സ് കൊടുത്താൽ കോൺടാക്ട്സിനുള്ളവർ മാത്രം കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നോബഡി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും തന്നെ കാണാൻ പറ്റാതെ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആർക്കും കാണാൻ പറ്റാത്ത ഇരിക്കുന്നൊരവസ്ഥയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ് പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കോൺടാക്ട്സിലുള്ള ആളുകൾക്ക് മാത്രം കാണുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്തത് നമ്മളുടെ സാധാരണ നമ്മളെല്ലാം വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ അതിൽ കാണുന്ന സ്ക്രീനാണ്, ചാറ്റ് സ്ക്രീൻ. ആ ചാറ്റ് സ്ക്രീൻ നമ്മൾ സാധാരണയായി ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് പ്ലെയിനായിട്ടുള്ള വാട്സപ്പ് തന്നെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ ചാറ്റ്സ് എന്നുള്ള അതിൽ രണ്ടാമതായി കാണുന്ന ചാറ്റ്സ് നമ്മൾ ഓപ്പൺ ആക്കേണ്ടതുണ്ട്. അതിൽ താഴെ വാൾപേപ്പർ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ വാൾപേപ്പർ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോണിനുള്ളിലുള്ള ഏതെങ്കിലും ഫോട്ടോസ് നമുക്കത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ സാധാരണ ചെയ്തിരിക്കുന്നത് സാധാ വാട്സപ്പ് തരുന്ന ഒരു ഇമേജാണ് അവിടെ കിടക്കുന്നത്. ഇപ്പോൾ നമുക്കത് മാറ്റി ഇതുപോലെ സെറ്റിങ്സിൽ പോയി എന്ത് ചെയ്യാൻ സാധിക്കും, ആ ചാറ്റ്സ് ഓപ്പൺ ചെയ്താൽ വാൾപേപ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ഗാലറിയിലോട്ട് പോകാൻ സാധിക്കും. ഗാലറിയിലുള്ള നമ്മളുടെ കുട്ടികളുടെ അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്ലവേഴ്സ് എന്നുള്ള ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്, ഒരു വിമാനത്തിൻ്റെ ഫോട്ടോ. ഇത് നമുക്ക് ക്രോപ്പ് ചെയ്ത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ തരത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇങ്ങനെ സെറ്റ് ചെയ്താൽ നമ്മൾ നമ്മളുടെ ചാറ്റ് സ്ക്രീന് വളരെ അടിപൊളിയായി നമുക്ക് ചാറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കാണുവാൻ സാധിക്കും. ഇതുപോലെ വളരെ നല്ല രീതിയിൽ നമ്മളുടെ കണ്ണിന് ഒരു എന്താ പറയുക, ഒരു കുളിർമയേകുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോയൊക്കെ നമ്മളിട്ടാൽ ചാറ്റ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെയായി മാറും. ഏഴാമതായി നമ്മൾ പറയുന്നത് സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളിൽ നിന്നും ഒരു മെസ്സേജ് തന്നെ ഒരുപാട് തവണ വന്ന് നമ്മളുടെ ഫോണിൻ്റെ മെമ്മറി ഒക്കെ ഫുള്ളാകുന്ന ഒരവസ്ഥ സാധാരണയായി വരാറുണ്ട്. ഒരുപാട് ഗ്രൂപ്പുകളിൽ നിന്ന് ഒരുപാട് മെസ്സേജ് വരുമ്പോൾ അപ്പോൾ നമ്മൾ നേരെ സെറ്റിങ്സിൽ ചെല്ലുക. സെറ്റിങ്സിൽ ചെന്നതിന് ശേഷം ചാറ്റ് എന്നുള്ളത് ഓപ്പൺ ആക്കുക. അവിടെ താഴെ നമുക്ക് മീഡിയ വിസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ കാണും. അത് ഓണായിട്ടായിരിക്കും എല്ലാ ഫോണിലും ഉണ്ടാവുക. ഇത് താഴെ ഇതിൽ ഷോ ന്യൂലി ഡൗൺലോഡ് മീഡിയ ഇൻ യുവർ ഫോൺ ഗാലറി. അതായത് നമ്മൾ പുതിയതായി ഡൗൺലോഡ് ചെയ്യുന്ന സാധനങ്ങൾ നമ്മളുടെ ഫോൺ ഗാലറിയിൽ കാണണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സെറ്റിങ്സിൽ ഇതിനെ ഒന്ന് വിസിബിലിറ്റി ഓഫ് ആക്കുക. ഓൺ ആക്കിയാൽ നമ്മളുടെ ഈ വാട്സപ്പിൽ വരുന്ന സാധനങ്ങളൊക്കെയും നേരെ മീഡിയയിൽ കാണാൻ സാധിക്കും. അതായത് ഗാലറിയിൽ പോയി കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാലറിയിൽ കാണാതെ തന്നെ വാട്സപ്പിൽ മാത്രം കാണുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ. ആർക്കെങ്കിലും നേരത്തെ കൂട്ടി അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ എന്തായിരുന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇടിച്ചു പൊട്ടിക്കുകയും ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കിടിലൻ വീഡിയോകളുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഗുഡ് ബൈ.